നമസ്കാരം, ഞാൻ റെജിമോൻ ഡേവിഡ്. നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ചാനൽ ഹിന്ദി മാസ്റ്റർ ഇൻ മലയാളം. ഈ ചാനലിൽ 2020 മാർച്ചിലെ പരീക്ഷാ സംബന്ധിയായ ഓരോ പാഠങ്ങളുടെയും ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഇത് വളരെ വ്യക്തമായി നിങ്ങൾ നോക്കുക, മനസ്സിലാക്കുക. അതുപോലെ തന്നെ പുതിയ പുതിയ പാഠങ്ങളുടെ കാര്യങ്ങൾ നിങ്ങൾക്ക് ലഭിക്കുന്നതിന് വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ സുഹൃത്തുക്കളെയും ഈ ചാനൽ പരിചയപ്പെടുത്തുക. ഇന്ന് നമ്മൾ ഹിന്ദിയിലെ നോവൽ ചക്രവർത്തി അല്ലെങ്കിൽ ഉപന്യാസ് സമ്രാട്ട് അല്ലെങ്കിൽ കഹാനി സമ്രാട്ട്, കഥാ ചക്രവർത്തി എന്നൊക്കെ അറിയപ്പെടുന്നതായ വിഖ്യാതനായ പ്രേംചന്ദിൻ്റെ ഠാക്കൂർ കാ കുവാം എന്ന കഥയുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ളതായ നോട്ടുകളാണ്, അല്ലെങ്കിൽ പരീക്ഷാ സംബന്ധിയായ നോട്ടുകളാണ് നമ്മളിന്ന് പരിചയപ്പെടുന്നത്. ഠാക്കൂർ കാ കുവാം എന്നുള്ളതിൻ്റെ അർത്ഥം നാടുവാഴിയുടെ കിണർ എന്നാണ് അർത്ഥം. ഇവിടെ ഇതിൽ നിന്ന് വരാൻ ഇടയുള്ളതായ ചോദ്യ രൂപങ്ങൾ എന്ന് പറയുന്നത്, ഇവിടെ ആദ്യം ഞാൻ നിങ്ങളെ ഈ പാഠത്തിൻ്റെ ഈ കഥയുടെ സാരാംശം പരിചയപ്പെടുത്തുന്നു. ഡയറി, പത്ര, വാർത്താലാപ്, പട്കഥ, പോസ്റ്റർ, ചരിത്രഗത് വിശേഷതായേ, ലേഖ്, സമാചാർ യാ റപ്പട്ട്, വാക്യ പിരമിഡ്, സഹി മിലാൻ കറി. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ ചർച്ച ചെയ്യുന്നത്. ഇവിടെ ഠാക്കൂർ കാ കുവാം അല്ലെങ്കിൽ നാടുവാഴിയുടെ കിണർ എന്നുള്ള ആ കഥയുടെ സാരാംശം, ഉപന്യാസ് സമ്രാട്ട് ഓർ കഹാനി സമ്രാട്ട് പ്രേംചന്ദ് കി കഹാനി. നോവൽ ചക്രവർത്തിയും അതുപോലെ കഥാചക്രവർത്തിയുമായ പ്രേംചന്ദിൻ്റെ കഥ. बीमार पति जोखू को स्वच्छ पानी पिलाने के लिए गेंगी ठाकुर के कुएं के पास जाती है. രോഗിയായ ഭർത്താവ് ജോഖുവിന് ശുദ്ധജലം കുടിപ്പിക്കുന്നതിന് വേണ്ടി ഗംഗി നാടുവാഴിയുടെ കിണറിനടുക്കൽ പോകുന്നു. ലേക്കിൻ അസഫൽ ഹോ ജാത്തി ഹെ, എന്നാൽ അസാധ്യമാകുന്നു, വെള്ളമെടുക്കാൻ സാധ്യത ഇല്ലാതെയാകുന്നു. ജോഖുക്കോ ഗന്ദാ പാനി പീനാ പഡ്താ ഹെ, ജോഖുവിന് അഴുക്ക് വെള്ളം കുടിക്കേണ്ടതായി വരുന്നു. ഠാക്കൂർ നിമ്നവർഗക്കെ ലോകോ സെ ബുരാ വ്യവഹാർ കർത്താ ഹെ. ഈ പാഠത്തിൽ നാടുവാഴി താഴ്ന്ന ജാതിയിൽപ്പെട്ടതായ ആളുകളോട് മോശമായി പെരുമാറുന്നു. ഠാക്കൂർ കെ വ്യവഹാർ സെ പ്രശ്ന ഉഠാനെ കെ ലിയെ കോയി നഹീ. ഈ നാടുവാഴിയുടെ പെരുമാറ്റത്തെ ചോദ്യം ചെയ്യാനായിട്ട് ആരും തന്നെ ഇല്ല. जोख और गंगी निम्न जाति के होने के कारण उच्च वर्ग के लोगों के कुएं से पानी लेने की अनुमति भी नहीं थी. ഇത് ജോഖും ഗംഗിയും താഴ്ന്ന ജാതിയിൽപ്പെട്ടവരായതുകൊണ്ട് ഉയർന്ന ജാതിയിൽപ്പെട്ട ആളുകളുടെ കിണറിൽ നിന്ന് വെള്ളമെടുക്കാൻ പോലുമുള്ള അനുവാദം ഉണ്ടായിരുന്നില്ല. ഈ കഹാനി ജാതി പ്രഥാസെ സംബന്ധിച്ച്, ഈ ഒരു കഥ ജാതി സമ്പ്രദായത്തിന് എതിരായിട്ടുള്ള, ജാതി സമ്പ്രദായവുമായി ബന്ധപ്പെട്ടുള്ളതായ ഒരു കഥയാണ്. ഇവിടെ നമ്മൾ ആദ്യമായി പരിചയപ്പെടുന്ന കാര്യം ഡയറി. ഇതിൽ ഡയറി ചോദിക്കാനിടയുള്ള ഒരു ചോദ്യം ഇതാണ്: ഗംഗി പാനി ഭർനെ കെ ലിയെ ഠാക്കൂർ കെ കുएं पर गई. ഗംഗി വെള്ളം എടുക്കുന്നതിന് വേണ്ടി, വെള്ളം നിറയ്ക്കുന്നതിന് വേണ്ടി നാടുവാഴിയുടെ കിണറ്റിൻ്റെ കരയിൽ എത്തി. ഗംഗിനെ അപ്നെ അനുഭവക്കോ ഡയറി കെ രൂപത്തിൽ ലിഖ. ഗംഗി തൻ്റെ അനുഭവം ഡയറിയുടെ രൂപത്തിൽ എഴുതി. ഗംഗയ്ക്ക് വാ ഡയറി കൽപ്പന കർക്കെ ലിഖി. ഗംഗയുടെ ആ ഡയറി സങ്കല്പിച്ചെഴുതുക. ഇതേ ആശയം അല്ലെങ്കിൽ ഇതേ ഡയറി തന്നെ എഴുതാൻ പറ്റുന്ന മറ്റൊരു ചോദ്യം ഇതാണ്: ഠാക്കൂർ കെ കുएं से पानी लेने गई गंगी को निराश होकर लौट आना पड़ा. നാടുവാഴിയുടെ കിണറിൽ നിന്ന് വെള്ളമെടുക്കാൻ പോയതായ ഗംഗി നിരാശയായി തിരിച്ചു പോരേണ്ടതായി വന്നു. ഗംഗയ്ക്ക് അനുഭവം ഡയറിക്ക് രൂപത്തിലേക്ക്, ഗംഗയുടെ അനുഭവം ഡയറിയുടെ രൂപത്തിൽ എഴുതുക. ഉത്തരം നമുക്കിങ്ങനെ എഴുതാം: താരീഖ്, ആജ് ഘർ മേ സാഫ് പാനി നഹി ഥാ. തീയതി, ഇന്ന് വീട്ടിൽ ശുദ്ധജലം ഉണ്ടായിരുന്നില്ല. പതി ബീമാർ ഹെ, ഭർത്താവ് രോഗിയാണ്. പ്യാസ് കെ മാരെ ഉൻകാ ഗല സൂഖ് രഹാ ഥാ. ദാഹം കൊണ്ട് അദ്ദേഹത്തിൻ്റെ തൊണ്ട വരണ്ടിരുന്നു. മേ രാത് കെ അന്ധേരെ മേ രസ്സി ഓർ ഘട ലേക്കർ ഠാക്കൂർ കെ കുएं पर गई. ഞാൻ രാത്രിയുടെ ഇരുട്ടിൽ കയറും കുടവും എടുത്തുകൊണ്ട് നാടുവാഴിയുടെ കിണറിനടുക്കൽ പോയി. ഠാക്കൂർ കെ ദർവാസെ पर कुछ लोग बैठे थे. നാടുവാഴിയുടെ വീട്ടുവാതിൽക്കൽ കുറച്ച് ആളുകൾ ഇരിക്കുന്നുണ്ടായിരുന്നു. ജഗത് കി ആഡ് മേ ബൈഠ് കർ മൗക്കെ കാ ഇന്തസാർ കർത്തി രഹി. കിണറിൻ്റെ ആ വക്കിൽ, കിണറിന് ചെയ്തിരിക്കുന്നതായ ആ കിണറിൻ്റെ അടുക്കൽ നിന്നുകൊണ്ട് ഞാൻ തക്കം
അല്ലെങ്കിൽ വെള്ളമെടുക്കുന്നതിനുള്ള നല്ല അവസരം നോക്കി ഇരുന്നു. തബ് ദോ സ്ത്രീയാം പാനി ഭർണിയായി. ആ സമയം 2 സ്ത്രീകൾ വെള്ളമെടുക്കുന്നതിനായി വന്നു. ഛാത്തി ധക് ധക് കർനെ ലഗി. എൻ്റെ ഹൃദയം വല്ലാതെ മിടിക്കാൻ തുടങ്ങി. ജൽദി ഹി ഏക് വൃക്ഷയ്ക്ക് അന്ധേരെ സായമേ ജാ ഖടി. പെട്ടെന്ന് തന്നെ ഞാൻ ഒരു വൃക്ഷത്തിൻ്റെ മറവിലേക്ക്, ഇരുണ്ട മറവിലേക്ക് മാറി നിന്നു. ദോനോ പാനി ഭർക്കർ ചലികി. 2 പേരും വെള്ളം എടുത്തുകൊണ്ട് പോയി. ഠാക്കൂർ ദർവാസ ബന്ദ് കർക്കെ സോനേക്ക്. നാടുവാഴി വാതിലൊക്കെ അടച്ച് ഉറങ്ങാനായി പോയി. മേ കുയേങ്കി പാസ് പहुंची. ഞാൻ കിണറിനടുക്കലെത്തി. ചുപ്കേസെ രസീക ബന്ധ ഘടയുമിണ്ടാല. ശബ്ദമുണ്ടാക്കാതെ കയറിൻ്റെ കുരുക്ക് കുടത്തിൽ ഇട്ടു. സാഹസ് ബർക്കർ ഘട കുയ്യമിണ്ടാല. ധൈര്യം സംഭരിച്ച് കുടം കിണറ്റിലേക്ക് താഴ്ത്തി. 2-4 ഹാത്ത് ജൽദി ജൽദി മാറി. 2-3 തവണ ഞാൻ വളരെ വേഗം മുകളിലേക്ക് വലിച്ചു. ഘട കുയേങ്കി മൂത്തക് ആകെ. ഈ കുടം കിണറിൻ്റെ വക്ക് വരെ എത്തി. യക്കായക് ഠാക്കൂർ കാ ദർവാസ ഖുല്ല. പെട്ടെന്ന് നാടുവാഴിയുടെ വീടിൻ്റെ വാതിൽ തുറക്കപ്പെട്ടു. ഉസ്കി ആവാസ് സുൻകർ സബ് കുച്ച് ഛോഡ് കർ ഭാഗ് ചലി. അയാളുടെ ശബ്ദം കേട്ട്, നാടുവാഴിയുടെ ശബ്ദം കേട്ട് എല്ലാം ഇട്ടെറിഞ്ഞ് ഞാൻ ഓടി. ഘർ പहुंचकर मैंने देखा പതി ഗന്ദ പാനി പീ രഹേ ഹെ. വീട്ടിലെത്തിയപ്പോൾ ഞാൻ കണ്ടു ഭർത്താവ് അഴുക്ക് വെള്ളം കുടിച്ചുകൊണ്ടിരിക്കുന്നു. ഹം ക്യാ കരേ, ഹം അച്ഛൂഥേന. ഞങ്ങൾ എന്ത് ചെയ്യാൻ, ഞങ്ങൾ അയിത്തമുള്ളവരല്ലേ. ഇതാണ് ആദ്യത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം. അടുത്ത രണ്ടാമതായി ഇതിൽ നിന്ന് ചോദിക്കാനിടയുള്ള ഡയറി. ജോഖുക്ക് ഗന്ദ പാനി പീനാപ്പെട. ജോഖുവിന് അഴുക്ക് വെള്ളം കുടിക്കേണ്ടതായി വന്നു. ജോഖുക്ക് ഉസ് ദിൻ കി ഡയറി സങ്കല്പത്തിലേക്ക്. ജോഖുവിൻ്റെ ആ ദിവസത്തെ ഡയറി സങ്കല്പിച്ച് എഴുതുക. ഉത്തരം ഇങ്ങനെ എഴുതാം. താരീഖ് ആജ് ഘർ മേ സാഫ് പാനി നഹീ ഥാ. തീയതി ഇന്ന് വീട്ടിൽ ശുദ്ധജലം ഉണ്ടായിരുന്നില്ല. മേ കൈ ദിനോസേ ബീമാർ ഹൂം. ഞാൻ അനേകം ദിവസങ്ങളായി രോഗിയാണ്. പ്യാസ് കെ മാരേ മേരാ ഗല സൂഖ് രഹാ ഥാ. ദാഹം കൊണ്ട് എൻ്റെ തൊണ്ട വരണ്ടിരുന്നു. മേ ലോഠേ മേ പാനി ലേക്കർ പീനെ കെ ലിയേ മുഹ് സേ ലഗായ. ഞാൻ ഒരു മൊന്ത വെള്ളം എടുത്ത് കുടിക്കുന്നതിന് വേണ്ടി എൻ്റെ ചുണ്ടോട്, എൻ്റെ വായോട് അടുപ്പിച്ചു. ഉഫ് കിത്നാ സഖ്ത് ബദ്ബു ഹേ. ഓ എന്തൊരു നാറ്റമാണ്. കൊയ് ജാൻവർ കുയ്യമേ ഗിർക്കർ മർ ഗയാ ഹോഗ. ഏതെങ്കിലും മൃഗം കിണറ്റിൽ വീണ് ചത്തിട്ടുണ്ടാകും. മേ മാരെ പ്യാസ് കെ കാരൻ നാക്ക് ബന്ദ് കർക്കെ ഗന്ദാ പാനി പീനാ ചാഹ. ഞാൻ ദാഹത്തിൻ്റെ ആധിക്യം കൊണ്ട് മൂക്കടച്ച് പിടിച്ച് അഴുക്ക് വെള്ളം കുടിക്കാൻ ആഗ്രഹിച്ചു. മേരാ ഹാൽ ദേക്കർ ഗംഗി ഘടാ ലേക്കർ ഠാക്കൂർ കെ കുയ്യം ബർഗി. എൻ്റെ ഈ അവസ്ഥ കണ്ടിട്ട് ഒരു കുടവും എടുത്തുകൊണ്ട് ഗംഗി നാടുവാഴിയുടെ കിണറ്റിൻ്റെ അടുക്കിലേക്ക് പോയി. മേനെ ഉസെ മനാക്കിയ. ഞാൻ അവളെ എതിർത്തു, അവളെ തടഞ്ഞു. ഠാക്കൂർ കെ ലോകോങ്കി നസർമേ പടയുന്നതോ. നാടുവാഴിയുടെ ആളുകളുടെ കണ്ണിലെങ്ങാനും പെട്ടാൽ പർവാ കിയെ ബിനാ വഹി. അതൊന്നും കാര്യമാക്കാതെ അവൾ പോയി. മേ ഘണ്ടോന്തക് ഉസ്കാ ഇന്തസർ കർത്താ രഹാ. ഞാൻ മണിക്കൂറുകളോളം അവളെ കാത്തിരുന്നു. ഗല ബുരി തര സൂഖ് രഹാ ഥാ. തൊണ്ട വല്ലാതെ വരളുന്നുണ്ടായിരുന്നു. ഫിർ ഭി മേ പ്രതീക്ഷ കർത്താ രഹാ. എന്നിട്ടും ഞാൻ കാത്തിരുന്നു. രാത് ബോധ് ഹോ ഗയി ഹെ. രാത്രി വളരെയായി. ഗംഗി അഭി തക് നഹി ആയി. ഗംഗി ഇതുവരെയായും വന്നില്ല. അബ് സ്വച്ഛ് പാനി കി പ്രതീക്ഷാസേ കൊയ് ലാഭ് നഹി. ഇനിയിപ്പോൾ ശുദ്ധജലം കിട്ടുമെന്നുള്ള പ്രതീക്ഷ, അങ്ങനെ പ്രതീക്ഷ വെച്ചതുകൊണ്ട് യാതൊരു പ്രയോജനവും ഇല്ല. ഗന്ദ പാനി പീനാഹി പടേക. അഴുക്ക് വെള്ളം കുടിക്കുക തന്നെ വേണം. മേ ലോട്ടാ ലേക്കർ പാനി പീ രഹാ ഥാ. ഞാൻ മൊന്തയെടുത്ത് വെള്ളം കുടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. തബ് ഗംഗി ജോർ സെ ദർവാസ ഖോൽക്കർ കമരയ്ക്ക് അന്തരായി. അപ്പോൾ ഗംഗി ശക്തിയായി വാതിൽ തുറന്ന് മുറിക്കുള്ളിലേക്ക് വന്നു. ഉസ്നെ ഠാക്കൂർ കെ യഹാ കാ സാര ഹാൽ ബത്തായ. അവൾ നാടുവാഴിയുടെ അടുക്കൽ, നാടുവാഴിയുടെ വീടിൻ്റെ ഭാഗത്ത് സംഭവിച്ചതായ കാര്യങ്ങൾ എല്ലാം പറഞ്ഞു. മേനെ ഉസെ ആശ്വാസം ദിയ. ഞാൻ അവളെ ആശ്വസിപ്പിച്ചു. ഹം ക്യാ കരേ, ഹം അച്ഛൂഥേന. ഞങ്ങൾ എന്ത് ചെയ്യാൻ, ഞങ്ങൾ അയിത്തമുള്ളവരല്ലേ. ഇതാണ് ഈ പാഠത്തിൽ നിന്ന് വരാനിടയുള്ളതായ രണ്ടാമത്തെ ഡയറി. ഇനി ഇതിൽ നിന്ന് ചോദിക്കാനിടയുള്ളതായ കത്ത് ഇതാണ്. ഠാക്കൂർ കെ കുയേ സെ പാനി ലേനെ ഗയി ഗംഗി കോ നിരാശ് ഹോക്കർ ലൗട്ടനാ പട. ഠാക്കൂറിൻ്റെ കിണറ്റിൽ നിന്ന് വെള്ളമെടുക്കാൻ പോയതായ ഗംഗിക്ക് നിരാശയായി തിരിച്ചു വരേണ്ടതായി വന്നു. ഇസ് പ്രസംഗ പർ ഗംഗി അപ്നി സഹേലിക്ക് നാം പത്ര ലിഖി. ഈ ഒരു സന്ദർഭത്തെ അടിസ്ഥാനമാക്കി
ഗംഗി തൻ്റെ കൂട്ടുകാരിയുടെ പേരിൽ ഒരു കത്തെഴുതുന്നു. ഗംഗി കാ വാ പത്ര സങ്കല്പ് കർക്കെ ലിഖിए. ഗംഗയുടെ ആ കത്ത് സങ്കല്പിച്ച് എഴുതുക. നമുക്കിങ്ങനെ എഴുതാം: സ്ഥാൻ താരീഖ്, വലത് സൈഡിലായി സ്ഥാൻ താരീഖ്, പ്രിയ സഹേലി, സ്ഥലം തീയതി, പ്രിയ കൂട്ടുകാരി. തും കേസി ഹോ, ബാരിഷ് കം ഹുവാ നാ, യഹാ കൈ ദിനോ സേ വർഷ ഹോ റഹി. നിനക്ക് സുഖമാണോ? മഴയൊക്കെ കുറഞ്ഞോ? ഇവിടെ അനേകം ദിവസങ്ങളായിട്ട് മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. തുംസെ വിശേഷ് ബാത് ബത്താനെ കെ ലിയെ പത്ര ലിഖി. നിന്നോട് ഒരു പ്രത്യേക കാര്യം പറയുന്നതിന് വേണ്ടിയാണ് ഈ കത്ത് എഴുതുന്നത്. കൽ ഘർ മേ സാഫ് പാനി നഹി ഥാ. ഇന്നലെ വീട്ടിൽ ശുദ്ധജലം ഉണ്ടായിരുന്നില്ല. പതി ബീമാർ ഹെ, ഭർത്താവ് രോഗിയാണ്. പ്യാസ് കെ മാരെ ഉन्होंने ഗന്ദാ പാനി പീനാ ചാഹ. ദാഹത്തിൻ്റെ കൂടുതൽ കൊണ്ട് അദ്ദേഹം അഴുക്ക് വെള്ളം കുടിക്കാൻ ആഗ്രഹിച്ചു. ലേക്കിൻ മേ മനാക്കിയ, പക്ഷെ ഞാൻ തടഞ്ഞു. മേ രാത് കെ അന്ധേരമേ ഠാക്കൂർ കെ കുയ്യം പിറകി. ഞാൻ രാത്രിയുടെ ഇരുട്ടിൽ നാടുവാഴിയുടെ കിണറ്റിൻ്റെ അരികിലേക്ക് പോയി. ഠാക്കൂർ കെ ദർവാസെ പർ കുച്ച് ലോഗ് ബൈഠേ थे. ആ നാടുവാഴിയുടെ വാതിൽക്കൽ കുറച്ച് ആളുകൾ ഇരിക്കുന്നുണ്ടായിരുന്നു. ജഗ കി ആട് മേ ബൈഠ്കർ മൗക്കെ കാ ഇന്തസാർ കർത്തി ഥി. ഞാൻ കിണറ്റിൻ്റെ കരയിലുള്ളതായ ആ മറവിൽ നിന്നുകൊണ്ട് ഞാൻ തക്കം പാർത്തിരുന്നു. ദോ സ്ത്രീയാം പാനി ഭർക്കർ ഗയി. രണ്ട് സ്ത്രീകൾ വെള്ളം എടുത്തുകൊണ്ട് പോയി. ഠാക്കൂർ ദർവാസ ബന്ദ് കർക്കെ സോനെ ഗയെ. നാടുവാഴി വാതിലൊക്കെ അടച്ച് ഉറങ്ങാനായിട്ട് പോയി. മേ കുയങ്കി പാസ് പോഞ്ചി. ഞാൻ കിണറിനടുക്കലെത്തി. ചുക്കേസെ രസിക ബന്ധ ഘടയമിണ്ടാല. ശബ്ദം ഉണ്ടാക്കാതെ ആ കയറിൻ്റെ കുരുക്ക് കുടത്തിലിട്ടു. സാഹസ് ബർഗർ ഘട കുയ്യമിണ്ടാല. ധൈര്യം സംഭരിച്ച് കുടം കിണറ്റിലേക്ക് ഇട്ടു. ദോ ചാർ ഹാത്ത് ജൽദി ജൽദി മാറി. 2-3 പ്രാവശ്യം വളരെ വേഗത്തിൽ മുകളിലേക്ക് വലിച്ചു. ഘട കുയ്യെങ്കിൽ മൂത്തക്കാകെ. കുടം കിണറിൻ്റെ വക്ക് വരെ എത്തി. എക്കായക് ഠാക്കൂർ കാ ദർവാസ ഖുല. പെട്ടെന്ന് നാടുവാഴിയുടെ വീട്ടിൻ്റെ വാതിൽ തുറന്നു. മേ ഏ ദേക്കർ വഹാസെ ഭാഗ് നിക്കലി. ഞാനിത് കണ്ട് അവിടെ നിന്ന് ഓടി രക്ഷപ്പെട്ടു. ഘർ പഞ്ചകർ മേനെ ദേഖാ പതി ഗന്ദാ പാനി പീ രഹേ. വീട്ടിൽ എത്തിയപ്പോൾ ഞാൻ കണ്ടു ഭർത്താവ് അഴുക്ക് വെള്ളം കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. हमारे जैसे निम्न वर्ग के लोगों को उच्च वर्ग के लोगों के यहाँ से पानी लेने की അനുമതി भी नहीं है. ഞങ്ങളെപ്പോലുള്ളതായ താഴ്ന്ന ജാതിയിൽപ്പെട്ടതായ ആളുകൾക്ക് ഉയർന്ന ജാതിയിൽപ്പെട്ടതായ ആളുകളുടെ അടുക്കൽ നിന്ന് വെള്ളം എടുക്കാൻ പോലുമുള്ള അനുവാദം ഇല്ല. ഹം ക്യാ കരേൻ, നിങ്ങൾ എന്ത് ചെയ്യും? തുമാരെ ഘർവാലോങ്കോ മേരാ നമസ്കാർ. നിൻ്റെ വീട്ടുകാർക്ക് എൻ്റെ നമസ്കാരം. ബച്ചോങ്കോ മേരാ പ്യാർ. കുഞ്ഞുങ്ങൾക്ക് എൻ്റെ കുഞ്ഞുങ്ങളോട് എൻ്റെ സ്നേഹാന്വേഷണം. തുമാരി ജവാബ് കി പ്രതീക്ഷാമേം ഹസ്താക്ഷർ ഗംഗി. നിൻ്റെ മറുപടി പ്രതീക്ഷിച്ചുകൊണ്ട് സിഗ്നേച്ചർ ഗംഗി. ഇനി ഇതിന് താഴെ ഗംഗി എന്ന് എഴുതിയിരിക്കുന്നതിനും താഴെയായിട്ട് ഇടത് സൈഡിലേക്ക് ചേർത്ത് സേവാമേം, അതിന് തൊട്ട് താഴെ സേവാമേം എഴുതി നിർത്തിയിരിക്കുന്ന താഴെ നാം പത്ത 2 ഡോട്ട് ലൈൻ. അതത്രയും ആ സേവാമേ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചെറിയ ബോക്സിനുള്ളിൽ, ഈ ലെറ്റർ മൊത്തത്തിൽ ഒരു വലിയ ബോക്സിനുള്ളിൽ കൊടുക്കുക. ഇങ്ങനെയാണ് നമ്മൾ ലെറ്റർ ഈ ചോദ്യത്തിന് ഉത്തരം തയ്യാറാക്കേണ്ടത്. അടുത്തത് മറ്റൊരു ലെറ്റർ ഇതാണ്. ജോഖുക്കോ ഗന്ദാ പാനി പീനാപ്പട. ജോഖുവിന് അഴുക്ക വെള്ളം കുടിക്കേണ്ടതായി വന്നു. ഇസ് പ്രസംഗ പർ ജോഖു അപ്നെ മിത്രക്കെ നാം പത്ര ലിഖ്താ. ഈ ഒരു സന്ദർഭത്തെ അടിസ്ഥാനമാക്കി ജോഖു തൻ്റെ കൂട്ടുകാരൻ്റെ പേരിൽ ഒരു കത്തെഴുതുന്നു. ജോഖു കാ വഹ് പത്ര സങ്കല്പ് കർക്കെ ലിഖി. ജോഖുവിൻ്റെ ആ കത്ത് സങ്കല്പിച്ച് എഴുതും. ഇവിടെയും നമ്മൾ ആദ്യം കണ്ടതുപോലെ തന്നെ നമുക്ക് എഴുതാം. സ്ഥാൻ താരീഖ് പ്രിയ മിത്ര. സ്ഥലം തീയതി പ്രിയ കൂട്ടുകാരാ. തും कैसे हो? काम करने के लिए जाते हो ना? यहाँ कई दिनों से वर्षा हो रही है. നിനക്ക് സുഖമാണോ? ജോലിക്കായി പോകുന്നുണ്ടോ? യഹാ കൈ ദിനോ സെ വർഷ ഹോ റഹി. ഇവിടെ അനേകം ദിവസങ്ങളായി മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. തുംസെ വിശേഷ് ബാത്ത് ബത്താനെ കെ ലിയെ യഹ് പത്ര ലിഖ്താ. നിന്നോടൊരു പ്രത്യേക കാര്യം പറയുന്നതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ കത്ത് എഴുതുന്നത്. മേ കൈ ദിനോ സെ ബീമാർ ഹൂം. ഞാൻ അനേകം ദിവസങ്ങളായി രോഗിയാണ്. പ്യാസ് കെ മാരെ മേരാ ഗല സൂഖ് രഹാ ഥാ. ദാഹം കൊണ്ട് എൻ്റെ തൊണ്ട വരളുന്നുണ്ടായിരുന്നു. മേ ഏക് ലോട്ടെ മേ പാനി ലേക്കർ പീനെ കെ ലിയെ മുഹ് സെ ലഗായ. ഞാൻ ഒരു മുന്ത വെള്ളം എടുത്ത് കുടിക്കുന്നതിന് വേണ്ടി എൻ്റെ വായോട് അടുപ്പിച്ചു. സഖ്ത് ബദ്ബു കെ കാരണം പീ നഹി സക. കടുത്ത ദുർഗന്ധം കാരണം കുടിക്കാൻ സാധിച്ചില്ല.
മാരെ പ്യാസ് കെ കാരണം നാക്ക് ബന്ദ് കർക്കെ ഗന്ദ പാനി പീന ചാഹ. ശക്തമായ ദാഹം കൊണ്ട് അഴുക്ക് വെള്ളം മൂക്കടച്ച് പിടിച്ച് കുടിക്കാൻ ഞാൻ ആഗ്രഹിച്ചു. ലേക്കിൻ ഗംഗിനെ മനാക്കിയ, പക്ഷേ ഗംഗി തടഞ്ഞു. മേരാ ഹാൽ ദേക്കർ ഗംഗി ഘട ലേക്കർ ഠാക്കൂർ കെ കുയേം पर गई. എൻ്റെ ഈ അവസ്ഥ കണ്ടിട്ട് ഗംഗി കുടവുമെടുത്ത് നാടുവാഴിയുടെ കിണറ്റിൽ നിന്ന് വെള്ളം എടുക്കാനായി പോയി. മേരെ ഉസേ മനാക്കിയ, ഞാൻ അവളെ തടഞ്ഞു. ഠാക്കൂർ കെ ലോകോങ്കി നസർമേ പെടേത്തോ, ഞാൻ തടയാനുള്ള കാരണം ഇതാണ്, നാടുവാഴിയുടെ ആളുകളുടെ കണ്ണിലെങ്ങാനും പെട്ടാൽ പർവാ കിയെ ബിനാ വകി, അതൊന്നും കാര്യമാക്കാതെ അവൾ പോയി. മേ ഘണ്ടോൻ തക് ഉസ്ക ഇന്തസാർ കർത്ത രഹ, ഞാൻ മണിക്കൂറുകളോളം അവളെ കാത്തിരുന്നു. ഗല ബുരി തര സൂഖ് രഹ ഥ, തൊണ്ട വല്ലാതെ വരളുന്നുണ്ടായിരുന്നു. ഫിർ ഭി മേ പ്രതീക്ഷ കർത്ത രഹ, എന്നിട്ടും ഞാൻ അവളെ കാത്തിരുന്നു. രാത് ബഹുത് ഹോ ഗയി ഹെ, രാത്രി വളരെയായി. ഗംഗി അഭി തക് നഹി ആയി, ഗംഗി ഇതുവരെയായും വന്നില്ല. അബ് സ്വച്ഛ് പാനി കി പ്രതീക്ഷ സേ കോയി ലാഭ് നഹി, ഇനിയിപ്പോൾ ശുദ്ധജലത്തെ പ്രതീക്ഷിച്ചിട്ട് കാര്യമില്ല. ഗന്ധ പാനി പീനാഹി പടേക, അഴുക്ക് വെള്ളം കുടിക്കുക തന്നെ വേണം. മേ ലോട്ട ലേക്കർ പാനി പീ രഹ ഥ, ഞാൻ മുന്തയിലെ വെള്ളം കുടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. തബ് ഗംഗി ജോർ സെ ദർവാസ ഖോൽക്കർ കമരയ്ക്ക് അന്തരായി, അപ്പോൾ ഗംഗി ശക്തിയായി വാതിൽ തുറന്ന് മുറിക്കുള്ളിലേക്ക് വന്നു. ഉസ്നെ ഠാക്കൂർ കെ യഹാ കാ സാര ഹാൽ ബത്തായ, അവൾ നാടുവാഴിയുടെ അടുക്കൽ സംഭവിച്ചതായ എല്ലാ കാര്യങ്ങളും പറഞ്ഞു. മേനെ ഉസേ ആശ്വാസം ദിയ, ഞാൻ അവളെ ആശ്വസിപ്പിച്ചു. ഹം ക്യാ കരേം, ഞങ്ങൾ എന്ത് ചെയ്യാൻ. ഹം അച്ഛൂതേന, ഞങ്ങൾ അയിത്തമുള്ളവരല്ലേ. തുമാരെ ഘർവാലോങ്കോ മേര നമസ്കാർ, ബച്ചോങ്കോ മേര പ്യാർ, നിൻ്റെ വീട്ടുകാർക്ക് എൻ്റെ നമസ്കാരം, കുഞ്ഞുങ്ങളോട് എൻ്റെ സ്നേഹ അന്വേഷണം. ജവാബ് കി പ്രതീക്ഷാമേ ഹസ്താക്ഷർ ജോഖു, മറുപടി പ്രതീക്ഷിച്ചുകൊണ്ട് ഒപ്പ് ജോഖു. ഇനി ഇതിൻ്റെയും താഴെ ലെഫ്റ്റ് സൈഡിലായിട്ട് സേവാമേം എന്നെഴുതി, അതിൻ്റെ തൊട്ട് താഴെ സേവാമേ എന്ന് എഴുതി നിർത്തിയിരിക്കുന്ന ഭാഗത്തായിട്ട് നാം, അതിൻ്റെ തൊട്ട് താഴെ പത, ആ സേവാമേ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചെറിയ ബോക്സിനുള്ളിൽ കൊടുക്കുക. ഇനി നമ്മൾ ഈ പാഠത്തിൽ നിന്ന് കണ്ടുപിടിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ നോക്കുന്നതായ മറ്റൊരു ചോദ്യരൂപമാണ് വാർത്താലാപ്. पानी की बदबू के कारण गंदा पानी न पीने के बारे में ഗംഗി और ജോഖു के बीच വാർത്താലാപ് തയ്യാർ കരി. അതായത് വെള്ളത്തിൻ്റെ ദുർഗന്ധം കാരണം അഴുക്ക് വെള്ളം കുടിക്കാൻ സാധിക്കാത്തതുമായി ബന്ധപ്പെട്ട് ഗംഗയും ജോഖുവും തമ്മിലുള്ളതായ സംഭാഷണം തയ്യാറാക്കുക. നമുക്ക് ആ സംഭാഷണം ഇങ്ങനെ തയ്യാറാക്കാം. ജോഖു, ഗംഗി മേരാ ഗല സൂഖ് രഹാ ഹെ. ജോഖു സംഭാഷണം, അതിലെ ആദ്യത്തെ ഡയലോഗ് നോക്കിയേ. ഗംഗി, എൻ്റെ തൊണ്ട വരളുന്നു. ഗംഗി, പാനി ലീജിയേ, ഈ വെള്ളം കുടിച്ചാലും. ജോഖു, ഉഫ് യേ കൈസാ പാനി ഹേ, ബദ്ബൂ കെ കാരൺ പീ നഹി സക്താ ഹൂം. ഓ, ഇതെന്തൊരു വെള്ളമാണ്, ദുർഗന്ധ കാരണം കുടിക്കാനേ സാധിക്കുന്നില്ലല്ലോ. ഗംഗി, വാ കേസെ, അതെങ്ങനെ. ജോഖു, കോയി ജാൻവർ കുയേമേ ഗിർക്കർ മർ ഗയാ ഹോഗ, ഏതെങ്കിലും മൃഗം കിണറ്റിൽ വീണ് ചത്തിട്ടുണ്ടാവും. ഗംഗി, ആപ് ക്യാ കരേം, ഇനി എന്ത് ചെയ്യും. ജോഖു, തോടാ പാനി ലാ, നാക്ക് ബന്ദ് കർക്കെ പീ ലോ, അല്പം വെള്ളം കൊണ്ടുവരൂ, മൂക്കടച്ച് പിടിച്ച് കുടിക്കട്ടെ. ഗംഗി, നെഹി നെഹി ആപ്കി ബീമാരി ബഡ് ജായേഗി, വേണ്ട വേണ്ട, താങ്കളുടെ രോഗം വർദ്ധിക്കും. ജോഖു, ഫിർ മേ ക്യാ കരും, പിന്നെ ഞാൻ എന്ത് ചെയ്യും. ഗംഗി, മേ ഠാക്കൂർ കെ കുയേ സേ കുച്ച് പാനി ലാവും, ഞാൻ ഠാക്കൂറിൻ്റെ കിണറ്റിൽ നിന്ന്, നാടുവാഴിയുടെ കിണറ്റിൽ നിന്ന് കുറച്ച് വെള്ളം കൊണ്ടുവരും. ജോഖു, വേ തേരെ ഹാത്ത് പാവ് തോടെങ്കി, അവർ നിൻ്റെ കൈയും കാലും ഓടിച്ചിടും. ഗംഗി, മേ തോടി കോശിഷ് കരൂ, ഞാൻ കുറച്ച് ഒന്ന് ശ്രമിച്ചു നോക്കട്ടെ. ജോഖു, ഹം ദേഖേ, നമുക്ക് കാണാമല്ലോ. ഇതാണ് ആദ്യത്തെ വാർത്താലാപ്. ഡയലോഗ് എപ്പോഴും കഥാപാത്രത്തിൻ്റെ പേരിന് അടിയിലേക്ക് കയറ്റി എഴുതാതിരിക്കാൻ ശ്രദ്ധിക്കണം. അടുത്ത വാർത്താലാപ് ഇതാണ്. ഠാക്കൂർ കെ കുയേം കെ പാസ് സേ വാപ്പസ് ആനെ കെ ബാദ് ജോഖു और ഗംഗി ബാത്ചീത് കർ രഹേ. നമ്മൾ ഇതിനു മുമ്പ് കണ്ട വാർത്താലാപ് പോകുന്നതിന് തൊട്ട് മുമ്പുള്ളതായ സംഭാഷണമാണെങ്കിൽ ഇത് നാടുവാഴിയുടെ കിണറ്റിൻ്റെ അടുക്കൽ പോയിട്ട് തിരിച്ചു വന്നതിന് ശേഷം ഗംഗയും ജോഖുവും തമ്മിലുള്ളതായ സംഭാഷണം എഴുതാനാണ് പറയുന്നത്. അപ്പോൾ ആ സംഭാഷണം സങ്കല്പിച്ച് എഴുതുക. നമുക്ക് ഇങ്ങനെ തയ്യാറാക്കാം. ജോഖു, ക്യാ ഹോ ഗയി ഗംഗി, പാനി മിൽ ഗയാ ക്യാ. ജോഖു ചോദിക്കുകയാണ്, എന്ത് പറ്റി ഗംഗി, വെള്ളം കിട്ടിയില്ലേ. ഗംഗി, നെഹി പാനി ലേനയ്ക്ക് പേലെ ഹി ഠാക്കൂർ ദർവാസ ഖോൽക്കർ ബാഹറായ. ഇല്ല, വെള്ളം എടുക്കുന്നതിന് മുമ്പ് തന്നെ നാടുവാഴി വാതിൽ തുറന്ന് പുറത്തു വന്നു. ജോഖു, ക്യാ ഠാക്കൂർ തുമക്കോ ദേഖാ ഹേ നഹി,
എന്താ നാടുവാഴി നിന്നെ കണ്ടോ ഇല്ലയോ? ഗംഗി നെഹി ദേഖ്നെ കെ പേലെ ഹി മേ കൂദ് കർ ഭാഗി. ഇല്ല, കാണുന്നതിന് മുമ്പ് തന്നെ ഞാൻ ചാടി രക്ഷപ്പെട്ടു, ചാടി ഓടി രക്ഷപ്പെട്ടു. ജോക്കു മേനെ പേലെ ഹി ബത്തായ ഥാ നാ, ഞാൻ നേരത്തെ തന്നെ പറഞ്ഞതല്ലേ. ഗംഗി ആപ് കൈസെ ഗന്ദാ പാനി പിയെങ്കെ യേ സോച്ച്കർ പാനി ലേനെങ്കി. താങ്കൾ എങ്ങനെ അഴുക്ക് വെള്ളം കുടിക്കും ഇത് വിചാരിച്ചിട്ടാണ് ഞാൻ വെള്ളം എടുക്കാൻ പോയത്. ജോക്കു അബ് തുംകോ സമജ് ഗയാ ക്യാ, ഇപ്പം നിനക്ക് മനസ്സിലായില്ലേ? ഗംഗി ഉച്ചവർഗക്കെ ലോക് ഹംസെ ऐसा ക്യോं करते हैं, ഉയർന്ന ജാതിയിൽപ്പെട്ട ആളുകൾ നമ്മളോട് എന്താ ഇങ്ങനെ ചെയ്യുന്നത്? ഹമാരി നിയതി പർ ഇസ് പ്രകാർ ലിഖാ ഹെ, നമ്മുടെ വിധിയിൽ ഇങ്ങനെ എഴുതിയിട്ടുണ്ട്. അതായത് നമ്മുടെ തലവര ഭോഗ്നാ ഹി പടേക, അനുഭവിക്കുക തന്നെ വേണം. ഗംഗി കഭി ബദൽ ജായേഗ, എപ്പോഴെങ്കിലും ഇതിനൊരു മാറ്റം ഉണ്ടാകുമോ? ജോക്കു കോൻ ജാനേ ഈശ്വർ ഹമാരി രക്ഷ കരെ, ആർക്കറിയാം, ഈശ്വരൻ നമ്മളെ രക്ഷിക്കട്ടെ. ഇതാണ് ഈ ചോദ്യത്തിൻ്റെ ഉത്തരം. ഇനി നമുക്ക് ഈ പാഠഭാഗത്തിൽ നിന്ന് ഈ കഥയിൽ നിന്ന് വരാവുന്നതായ പട്കഥ. पानी की बदबू के कारण गंदा पानी न पीने के बारे में ഗംഗി और ജോഖു के बीच संवाद हो रहे हैं. ഇത് വെള്ളത്തിൻ്റെ ദുർഗന്ധ കാരണം വെള്ളം കുടിക്കാൻ പറ്റാത്തതുമായി ബന്ധപ്പെട്ട് ഗംഗിയും ജോഖുവും തമ്മിലുള്ളതായ സംഭാഷണം നടന്നുകൊണ്ടിരിക്കുന്നു. ഈ സംഭാഷണം പട്കഥയുടെ സ്ക്രിപ്റ്റിൻ്റെ രൂപത്തിൽ തയ്യാറാക്കുക എന്നതാണ് ചോദ്യം. ഉത്തരം നമുക്കിങ്ങനെ എഴുതാം. ദൃശ്യ 1, ദൃശ്യം 1, സ്ഥാൻ ഗാവ് കി ഏക് കുടി, സ്ഥലം ഗ്രാമത്തിലെ ഒരു കുടിൽ. സമയ രാത് 7 ബജെ, സമയം രാത്രി 7 മണി. പാത്ര ജോഖു और ഗംഗി, കഥാപാത്രം ജോഖുവും ഗംഗിയും. ഇനി ബ്രാക്കറ്റിൽ കൊടുത്തിരിക്കുന്ന കാര്യം ശ്രദ്ധിക്കുക. ജോഖു ബീമാർ ഹേ, ജോഖു और ഗംഗീനെ പുരാനെ കപ്പടെ പേനെ. ജോഖു രോഗിയാണ്, ജോഖുവും ഗംഗിയും പഴകിയ വസ്ത്രങ്ങൾ ധരിച്ചിരിക്കുന്നു. ദോനോ 50 വർഷ കെ ഹെ, അവർ രണ്ടുപേരും 50 വയസ്സ് പ്രായമുള്ളവരാണ്. ജോഖു മാരെ പ്യാസെ, ജോഖു വർദ്ധിച്ച ദാഹത്താൽ. ഗംഗി മേര ഗല സുഗ്രഹ ഹെ, ഗംഗി എൻ്റെ തൊണ്ട വരളുന്നു. ഗംഗി പാനി ലീജിയെ, ഈ വെള്ളം കുടിച്ചാലും. ജോഖു മൂ സിക്കോടുക്കർ, മുഖം ചുളിച്ചുകൊണ്ട്. ഉഫ് യേ കേസാ പാനി ഹേ, ഇതെന്തൊരു വെള്ളമാണ്. ബദ്ബൂക്കെ കാരൻ പീനെ ഹി സക്താഹും, ദുർഗന്ധം കാരണം കുടിക്കാനേ കഴിയുന്നില്ലല്ലോ. ഗംഗി ആശ്ചര്യസേ വ കേസേ, അതിശയത്തോടെ, ബ്രാക്കറ്റിൽ കൊടുത്തിരിക്കുന്നു അതിശയത്തോടെ. അതെന്താ അങ്ങനെ? ജോഖു കൊയ് ജാൻവർ കുയേമേ ഗിർക്കർ മർ ഗയാ ഹോഗ, ഏതെങ്കിലും മൃഗം കിണറ്റിൽ വീണ് ചത്തിട്ടുണ്ടാവും. ഗംഗി ആപ് ക്യാ കരേ, ഇനി എന്ത് ചെയ്യും? ജോഖു തോടാ പാനില്ല നാക്ക് ബന്ദ് കർക്കെ പീലൂ, അല്പം വെള്ളം കൊണ്ടുവരൂ, മൂക്കടച്ച് പിടിച്ച് കുടിക്കട്ടെ. ഗംഗി നെയ് നെയ് ആക്കി ബീമാരി ബഡ് ജായേഗി, വേണ്ട താങ്കളുടെ രോഗം കൂടും. ജോഖു നിരാശ ഹോക്കർ, ജോഖു നിരാശനായി. ഫിർ മേ ക്യാ കറൂ, ഞാൻ എന്ത് ചെയ്യും? ആപ് കഹാസെ പാനി മിലേഗ, ഇനി എവിടെ നിന്ന് വെള്ളം കിട്ടും? ഗംഗി പ്രതീക്ഷാസെ മേ ഠാക്കൂർ കെ കുയേസെ കുച്ച് പാനി ലാവുംഗി, വളരെ പ്രതീക്ഷയോടെ ഞാൻ നാടുവാഴിയുടെ കിണറ്റിൽ നിന്ന് കുറച്ച് വെള്ളം കൊണ്ടുവരും. ജോഖു ഹൈറാൻ ഹോക്കർ വേ തേരെ ഹാത്ത് പാവ് തോടെങ്കിൽ, ഇപ്പം വെപ്രാളത്തോടെ അവർ നിൻ്റെ കൈയും കാലും ഒടിച്ചിടും. അപ്പം ഇങ്ങനെ പട്കഥ തയ്യാറാക്കുമ്പോൾ ബ്രാക്കറ്റിൽ നമ്മൾ ആ ഭാവം ഒക്കെ നമുക്ക് എഴുതാവുന്നതാണ്. വാർത്തയെല്ലാം എഴുതുമ്പം അങ്ങനെ എഴുതണമെന്ന് നിർബന്ധം ഇല്ല. അടുത്ത മറ്റൊരു പട്കഥ. ठाकुर के कुएं के पास से वापस आने के बाद जोखु और गंगी के बीच संवाद हो रही है. ഠാക്കൂറിൻ്റെ നാടുവാഴിയുടെ കിണറിനടുക്കൽ നിന്ന് തിരിച്ചു വന്നതായ ഗംഗയും അതുപോലെ തന്നെ രോഗിയായ ജോഖുവും തമ്മിലുള്ളതായ സംഭാഷണം, അതിനെ പട്കഥയുടെ സ്ക്രിപ്റ്റിൻ്റെ രൂപത്തിൽ തയ്യാറാക്കുക. നമുക്കിങ്ങനെ എഴുതാം. ദൃശ്യ 10, സ്ഥാൻ ഗാവ് കി ഏക് കുടി, സ്ഥലം ഗ്രാമത്തിലെ ഒരു കുടിൽ. സമയ രാത് കോ 10 ബജെ, സമയം രാത്രി 10 മണി. പാത്ര ജോഖു और ഗംഗി, കഥാപാത്രങ്ങൾ ജോഖുവും ഗംഗിയും. ബ്രാക്കറ്റിൽ കൊടുത്തിരിക്കുന്ന കാര്യം ശ്രദ്ധിക്കുക. ഗംഗി ദർവാസ ഖോൽക്കർ ജൽദി സേ കമറയ്ക്ക് അന്തർ ആത്തി ഹെ, ഗംഗി വാതിൽ തുറന്ന് വേഗത്തിൽ മുറിക്കുള്ളിലേക്ക് വരുന്നു. വ ബഹുത് ഡർത്തി ഹെ, അവൾ വല്ലാതെ ഭയന്നിട്ടുണ്ട്. ജോഖു ആകാംക്ഷാസെ, ജോഖു ആകാംക്ഷയോടെ ക്യാ ഹോ ഗയി ഗംഗി പാനി മിൽ ഗയാ ക്യാ, എന്ത് പറ്റി ഗംഗി, വെള്ളം കിട്ടിയോ? ഗംഗി ഹാഫ് കർ നിരാശാസെ, കിതച്ചുകൊണ്ട് നിരാശയോടുകൂടി. നെഹി
പാനി ലേനേക്ക് പേലെ ഹി ഠാക്കൂർ ദർവാസ ഖോൽക്കർ ബാഹറായ. ഇല്ല, വെള്ളം എടുക്കുന്നതിന് മുമ്പ് തന്നെ ഠാക്കൂർ വാതിൽ തുറന്ന് പുറത്തേക്ക് വന്നു. ജോക്കോ ഡർസെ ക്യാ ഠാക്കൂർ തുംകോ ദേഖാ യാ നഹി. അപ്പോൾ പേടിയോടുകൂടി, എന്താ നാടുവാഴി നിന്നെ കണ്ടോ ഇല്ലയോ? ഗംഗി നെഹി ദേഖ്നേക്ക് പേലെ ഹി മേ കൂത് കർ ഭാഗി. ഇല്ല, കാണുന്നതിന് മുമ്പ് തന്നെ ഞാൻ ചാടി ഓടി. ജോഖു മേനെ പേലെ ഹി ബത്തായ ഥാ നാ, ഞാൻ മുമ്പേ തന്നെ പറഞ്ഞതല്ലേ. ഗംഗി ആപ് കേസെ ഗന്ദാ പാനി പിയെങ്കെ സോച്ച് കർ പാനി ലേനെങ്കിൽ. താങ്കൾ എങ്ങനെ ഈ അഴുക്ക് വെള്ളം കുടിക്കും എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ വെള്ളം എടുക്കാൻ പോയത്. ജോഖു ആപ് തുംകോ സമജ് ഗയാ ക്യാ, ഇപ്പം നിനക്ക് മനസ്സിലായില്ലേ? ഗംഗി നിരാശാസെ, ഗംഗി നിരാശയോടെ. ഉച്ചവർഗക്കെ ലോഗ് ഹംസെ ഐസാ ക്യോ കർത്തെ ഹേ. ഉന്നത ജാതിയിൽപ്പെട്ടതായ ആളുകൾ, ഉയർന്ന ജാതിയിൽപ്പെട്ട ആളുകൾ നമ്മളോട് എന്താണ് ഇങ്ങനെ ചെയ്യുന്നത്? ജോക്കു ഹമാരി നിയതി പർ ഇസ് പ്രകാർ ലിഖാ ഹേ ഭോഗ്നാ ഹി പടേഗ. നമ്മുടെ വിധിയിൽ ഇങ്ങനെ എഴുതിയിട്ടുണ്ട്, അനുഭവിക്കുക തന്നെ വേണം. ഗംഗി കഭിയെ ബദൽ ജായക, എപ്പോഴെങ്കിലും ഇതിന് മാറ്റം വരുമോ? ജോക്കു കോൺ ജാനെ ഈശ്വർ ഹമാരി രക്ഷാക്കരെ. ആർക്കറിയാം, ഈശ്വരൻ നമ്മളെ രക്ഷിക്കട്ടെ. ഇതാണ് ഇതിൽ നിന്ന് വരാനിടയുള്ളതായ പട്ടത. മറ്റൊരു ചോദ്യം ഇതാണ്, പോസ്റ്റർ. ഈ പാഠത്തിൽ നിന്ന് ചോദിക്കാനിടയുള്ള ഒരു പോസ്റ്റർ ഇതാണ്, ജാതി പ്രഥ ഏക് അഭിശാപ് ഹേ വിഷയ് പർ അപ്നെ സ്കൂൾ മേ ഏക് സംഗോഷ്ഠി ചലാത്തെ. ജാതി പ്രഥ അഭിശാപ്, ജാതി സമ്പ്രദായം ഒരു ശാപമാണ് എന്ന വിഷയത്തെ സംബന്ധിച്ച് നിങ്ങളുടെ സ്കൂളിൽ ഒരു സെമിനാർ നടക്കുന്നു. സംഗോഷ്ഠി എന്നുള്ളതിൻ്റെ അർത്ഥം സെമിനാർ. ഇസ്കെ ലിയേ ഏക് പോസ്റ്റർ തയ്യാർ. ഇതിന് ആവശ്യമായ രീതിയിൽ ഒരു പോസ്റ്റർ തയ്യാറാക്കുക. ഇതൊരു വിവരണാത്മക പോസ്റ്ററാണ്. ചോദ്യം കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും ഇതൊരു വിവരണാത്മക പോസ്റ്ററാണ്. വിവരണാത്മക പോസ്റ്ററിൽ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്ന് പോസ്റ്റർ നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും. സൻസാർ മേ സിർഫ് ഏക് ജാതി ഹേ മാനവ്. ലോകത്തിൽ ഒറ്റ ജാതിയേ ഉള്ളൂ, മനുഷ്യജാതി. സമാജ് കോ ജാഗ്രത് കർനെ കെ ലിയേ ചലാത്തെ ഹേ ഏക് സംഗോഷ്ഠി. സമൂഹത്തെ ബോധമുള്ളവരാക്കുന്നതിന് വേണ്ടി നടത്തപ്പെടുന്നു ഒരു സെമിനാർ. ആ സെമിനാറിൻ്റെ വിഷയമാണ് ബോൾഡായിട്ട് കൊടുത്തിരിക്കുന്നത്, ജാതി പ്രഥ ഏക് അഭിശാപ്. ജാതി സമ്പ്രദായം ഒരു ശാപമാണ്. സ്കൂൾ സഭാഗൃഹമേ സബ്കാ സ്വാഗത്. ഇനി ഇത് നടക്കുന്ന ദിവസം ഏതാണെന്ന് എഴുതിയിരിക്കുന്നു, 15 ജനുവരി 2020. അതുപോലെ അതായത് 15 ജനുവരി 15, 2020. സമയം കൊടുത്തിരിക്കുന്നു വലത് സൈഡിൽ, സബേരെ 10 ബജെ, രാവിലെ 10 മണിക്ക്. ഇനി ഇത് എവിടെയാണ് നടക്കുന്നത് എന്നുള്ളതിനെക്കുറിച്ച് താഴെ കൊടുത്തിരിക്കുന്നു, സർക്കാരി ഹൈസ്കൂൾ സ്ഥാൻ. ഒരിക്കലും നമ്മുടെ സ്കൂളിനെ സൂചിപ്പിക്കുന്ന തരത്തിലുള്ളതായ ഒരു കാര്യവും പോസ്റ്ററിലാണെങ്കിലും നമ്മൾ എഴുതാൻ പാടുള്ളതല്ല. അതിന് പകരം സർക്കാരി ഹൈസ്കൂൾ സ്ഥാൻ എന്ന് കൊടുക്കാവുന്നതാണ്. മറ്റൊരു പോസ്റ്റർ, ജാതി പ്രഥ ഏക് അഭിശാപ് ഹേ ഇസ്കാ സന്ദേശ് ദേത്തെ ഹുए एक പോസ്റ്റർ തയ്യാർ കരി. നമ്മൾ ഇപ്പോൾ കണ്ടത് ഒരു വിവരണാത്മക പോസ്റ്റർ ആണെങ്കിൽ ഇത് ജാതി സമ്പ്രദായം ഒരു ശാപമാണ് എന്ന മെസ്സേജ് നൽകുന്ന തരത്തിലുള്ള പോസ്റ്റർ തയ്യാറാക്കുക. സന്ദേശാത്മക പോസ്റ്ററാണിത്. അവിടെ നമുക്ക് സ്ഥലവും തീയതിയും ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല, മെസ്സേജസ് മാത്രമാണ് അതിൽ വരേണ്ടത്. പോസ്റ്റർ ഇങ്ങനെ എഴുതാം, ജാതി പ്രഥ ഏക് അഭിശാപ് ഹേ. ജാതി സമ്പ്രദായം ഒരു ശാപമാണ്. ജാതി പ്രഥ റോക്കോ സമാജ് കോ സുധാരോ. ജാതി സമ്പ്രദായം തടയൂ, സമൂഹത്തെ സംരക്ഷിക്കൂ, സമൂഹത്തെ പരിഷ്കരിക്കൂ. സമാജ് കി ഉന്നതി മാനവ് കി ഉന്നതി. സമൂഹത്തിൻ്റെ ഉന്നതി, മനുഷ്യൻ്റെ ഉന്നതി. ഛുവാഛു ദൂർ കരോ ദേശ് കി രക്ഷ കരോ. അയിത്തം ദൂരീകരിക്കൂ, ദേശത്തെ, നമ്മുടെ രാഷ്ട്രത്തെ രക്ഷിക്കൂ. സാമാജിക ഉന്നതിക്ക് ലിയേ ജാതി പ്രഥാ കാ റോക്താം കരോ. സാമൂഹ്യ ഉന്നതിക്ക് വേണ്ടി ജാതി സമ്പ്രദായത്തെ തടയൂ. ഇനി ഇത് ഇങ്ങനെയൊരു സന്ദേശാത്മക പോസ്റ്റർ തയ്യാറാക്കുന്ന ഒരു അതോറിറ്റിയുടെ പേര് നമ്മൾ കൊടുക്കുന്നു, ഗൃഹ മന്ത്രാലയ നയിദില്ലി, ആഭ്യന്തര മന്ത്രാലയം ന്യൂഡൽഹി. മറ്റൊരു പോസ്റ്റർ, പാനി കെ ബിനാ ജീന അസംഭവ ഹേ ഇസ്കാ സന്ദേശ് ദേത്തെ ഹുए एक പോസ്റ്റർ തയ്യാർ കരി. വെള്ളം കൂടാതെ ജീവിക്കുക അസാധ്യമാണ് എന്ന തരത്തിലുള്ള ഒരു സന്ദേശാത്മക പോസ്റ്റർ തയ്യാറാക്കുക. അതിനെ നമുക്കിങ്ങനെ എഴുതാം, പാനിക്ക് ഏക് ഏക് ബൂന്ദ് അമൂല്യ ഹേ. വെള്ളത്തിൻ്റെ ഓരോ തുള്ളിയും അമൂല്യമാണ്. ജലാശയം കാ സംരക്ഷണം കരേ. ജലാശയങ്ങളെ സംരക്ഷിക്കണം. ജൽ സ്രോതോങ്കോ പ്രദൂഷിത് ന കരേ. ജല സ്രോതസ്സുകളെ മലിനപ്പെടുത്താതിരിക്കട്ടെ. ജൽ ഹേതോ കൽ ഹേ. വെള്ളമുണ്ടെങ്കിൽ ഭാവിയുണ്ട്, നാളെയുണ്ട്. ജലമുണ്ടെങ്കിൽ നാളെയുണ്ട്. പാനിക്ക് ബിന ജീന അസംഭവ ഹേ. വെള്ളമില്ലാതെ ജീവിക്കുക അസാധ്യമാണ്.
പാനി കാ ദുരുപയോഗം റോക്കൂ, വെള്ളത്തിൻ്റെ ദുരുപയോഗം തടയൂ. ഇനി ഇത് നൽകുന്ന അതോറിറ്റി ജൽ സംരക്ഷണ സമിതി സ്ഥാൻ, ജല സംരക്ഷണ വകുപ്പ് സ്ഥലം. ഇനി നമുക്ക് ഈ പാഠത്തിൽ നിന്ന് ചോദിക്കാനിടയുള്ളത് ചരിത്രഗത് വിശേഷതായും ക്യാരക്ടർ സ്കെച്ച്. ഈ പാഠത്തിൽ നിന്ന് ചോദിക്കാനിടയുള്ള 2 കഥാപാത്രങ്ങൾ പ്രധാന കഥാപാത്രങ്ങളായി വരുന്ന ഗംഗി, ജോഖു. ആദ്യത്തെ ഗംഗിയുടെ ചരിത്രഗത് വിശേഷതായും ഇങ്ങനെ എഴുതാം. ഗംഗി പ്രേംചന്ദ് കി കഹാനി ഠാക്കൂർ കാ കുവാം കാ മുഖ്യ പാത്ര. ഗംഗി പ്രേംചന്ദിൻ്റെ കഥയായ ഠാക്കൂർ കാ കുവാം, നാടുവാഴിയുടെ കിണർ എന്ന കഥയിലെ പ്രധാന കഥാപാത്രമാണ്. വഹ് ഏക് സാധാരണ ഗൃഹിണി ഹെ, അവൾ ഒരു സാധാരണ വീട്ടമ്മയാണ്. വഹ് ഗരീബ് പരിവാർ കി സദസ്യ ഹെ, അവൾ ദരിദ്ര കുടുംബത്തിലെ അംഗമാണ്. വഹ് നിമ്ന ജാതി കി ഹെ, അവൾ താഴ്ന്ന ജാതിയിലുള്ളതാണ്. വഹ് കൈ പ്രകാർ കി സാമാജിക് കുരീതിയോ കാ ശിക്കാർ ഹെ, അവൾ പലതരത്തിലുള്ള സാമൂഹ്യമായ തിന്മകൾക്കും ഇരയാണ്. വഹ് अपने पति जोखू को स्वच्छ पानी पिलाने के लिए ठाकुर के कुएं से पानी भरकर लाने का साहस करती है. അവൾ തൻ്റെ ഭർത്താവായ ജോഖുവിനെ ശുദ്ധജലം കുടിപ്പിക്കുന്നതിന് വേണ്ടി നാടുവാഴിയുടെ കിണറ്റിൽ വെള്ളമെടുക്കുന്നതിന് വേണ്ടി പോകാനുള്ളതായ ധൈര്യം കാണിക്കുന്നു. रात के अंधेरे में ठाकुर के कुएं की जगत में आते समय उसके मन में विजय का भाव होता है. രാത്രിയുടെ ഇരുട്ടിൽ ഠാക്കൂറിൻ്റെ കിണറ്റിൻകരയിൽ വരുമ്പോൾ അവളുടെ മനസ്സിൽ വിജയത്തിൻ്റെതായ ഒരു ഭാവം ഉണ്ടാകും. ലേക്കിൻ പരിസ്ഥിതിയെ ഉലട്ട് ജാനയ്ക്ക് കാരണം വ പാനി ന ലേ സക്തി, എന്നാൽ സാഹചര്യങ്ങൾ മാറി മറിയുന്നത് കൊണ്ട് അവൾക്ക് വെള്ളമെടുക്കാൻ സാധിക്കാതെ വരുന്നു. ഇസ് പർ വ ബഹുത് ദുഃഖി ഹോത്തി, അതിൽ അവൾ വളരെ ദുഃഖിതയാകുന്നു. ഗംഗി ഏക് ഹി സമയ പരിസ്ഥിതിയോ സെ വിവശ औरत, विद्रोही मन रखने वाली नारी और पति के प्रति प्यार रखने वाली गृहिणी आदि का प्रतिनिधित्व करती है. ഗംഗി ഒരേ സമയം സാഹചര്യങ്ങൾക്ക് വിവശയാകുന്ന സാഹചര്യങ്ങൾക്കനുസരിച്ച് ബുദ്ധിമുട്ടുന്ന ഒരു സ്ത്രീയായും വിദ്രോഹി മൻ രഖ്നെ വാലി നാരി, അതായത് സമൂഹത്തിലുണ്ടാകുന്നതായ തിന്മകളെ എതിർക്കാൻ ശ്രമിക്കുന്നതായ ഒരു സ്ത്രീ ആയും, അതുപോലെ തന്നെ ഭർത്താവിനോട് വളരെയധികം സ്നേഹമുള്ള ഒരു വീട്ടമ്മയായും ഒക്കെ പ്രതിനിധീകരിക്കുന്ന ഒരു ആളായി ഇവിടെ ഈ കഥയിൽ നമ്മൾ കാണുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അടുത്ത ക്യാരക്ടർ സ്കെച്ച് ജോഖു. ജോഖു പ്രേംചന്ദ് കി കഹാനി ഠാക്കൂർ കാ കുവാം കാ മുഖ്യ പാത്രം. ജോഖു പ്രേംചന്ദിൻ്റെ കഥയായ നാടുവാഴിയുടെ കിണർ എന്ന കഥയിലെ മറ്റൊരു പ്രധാന കഥാപാത്രമാണ്. വഹ് ഏക് സാധാരണ ഗൃഹസ്ഥേ, അയാൾ ഒരു സാധാരണ കുടുംബസ്ഥനാണ്. വഹ് ഗരീബ് പരിവാർ കാ സദസ്യ ഹെ, അയാൾ ഒരു ദരിദ്ര കുടുംബത്തിലെ അംഗമാണ്. വഹ് നിമ്ന ജാതി കാ ഹെ, അയാൾ താഴ്ന്ന ജാതിയിലുള്ളതാണ്. വഹ് കൈ പ്രകാർ കെ സാമാജിക് കുരീതിയോ കാ ശിക്കാർ ഹെ, അയാൾ അനേകം തരത്തിലുള്ളതായ സാമൂഹ്യമായ തിന്മകൾക്ക് ഇരയാണ്. जोखू को स्वच्छ पानी पिलाने के लिए गंगी ठाकुर के कुएं के पास जाते समय वह मना करता है. ജോഖുവിനെ വെള്ളം കുടിപ്പിക്കുന്നതിന് വേണ്ടി, ശുദ്ധജലം കുടിപ്പിക്കുന്നതിന് വേണ്ടി ഗംഗി ഠാക്കൂറിൻ്റെ അല്ലെങ്കിൽ നാടുവാഴിയുടെ കിണറ്റിൽ നിന്ന് വെള്ളമെടുക്കുന്നതിന് പോകുമ്പോൾ അവളെ തടയുന്നു. അത് ദിവസം ഗന്ധാ പാനി പീനപ്പെട്ട, അവസാനം അയാൾക്ക് ജോഖുവിന് അഴുക്ക് വെള്ളം കുടിക്കേണ്ടതായി വരുന്നു. ജോഖു ഏക് ഹി സമയ പരിസ്ഥിതിയോ സെ വിവശാത്മി, ജോഖു ഒരേ സമയം സാഹചര്യങ്ങളുമായി ബന്ധപ്പെട്ട് ബുദ്ധിമുട്ടുന്ന ഒരു പുരുഷനായും അപ്നി പത്നി സെ പ്യാർ കർനെ വാല പതി, തൻ്റെ പത്നിയെ വളരെയധികം സ്നേഹിക്കുന്ന ഒരു ഭർത്താവായും ഒക്കെ ഇവിടെ ചിത്രീകരിക്കപ്പെട്ടിരിക്കുന്നു. അല്ലെങ്കിൽ ഇതാണ് ഈ ജോഖുവിൻ്റെ ക്യാരക്ടർ സ്കെച്ച്. ഇനി മറ്റൊരു ചോദ്യം ഇതാണ്, ലേഖ് അഥവാ സങ്കോഷ്ഠി ആലേഖ്. ലേഖനം തയ്യാറാക്കുക അല്ലെങ്കിൽ സങ്കോഷ്ഠി ആലേഖ് എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് സെമിനാർ റിപ്പോർട്ട്. ജാതി പ്രഥാ ഏക് അഭിശാപ് ഹേ വിഷയ पर एक लेख लिखी. ജാതി സമ്പ്രദായം ഒരു ശാപമാണ് എന്ന വിഷയവുമായി ബന്ധപ്പെട്ട് ഒരു ലഘുലേഖനം തയ്യാറാക്കുക. നമുക്ക് ഉത്തരം ഇങ്ങനെ എഴുതാം, ജാതി പ്രഥാ ഏക് അഭിശാപ് ഹേ. ഹെഡിങ് ഇങ്ങനെ എഴുതാം, जाति प्रथा का मतलब ये है कि जाति के नाम पर लोगों को अलग अलग विभागों में बांटना. ജാതി സമ്പ്രദായം എന്നുള്ളതിൻ്റെ അർത്ഥം ഇതാണ്, ജാതിയുടെ പേരിൽ ആളുകളെ പ്രത്യേക വിഭാഗങ്ങളായി തിരിക്കുക. ജാതി പ്രഥ സമാജ് കി ഏക് വികട് സമസ്യ है. ജാതി സമ്പ്രദായം സമൂഹത്തിലെ ഒരു മോശമായ പ്രശ്നമാണ്.
इसके कारण समाज में असमानता, विद्वेष आदि उत्पन्न हो जाते हैं. ഈ കാരണത്താൽ സമൂഹത്തിൽ അസമത്വവും വിരോധവും ഒക്കെ ഉണ്ടാവും. ജാതി प्रथा का सबसे बड़ा दोष छुआछूत की भावना है. ജാതി സമ്പ്രദായത്തിൻ്റെ ഏറ്റവും വലിയ ദോഷം അയിത്തമാണ്, തൊട്ടുകൂടായ്മയാണ്. ജാതി के नाम पर निम्न वर्ग के लोगों को कई प्रकार की यातनाएं सहनी पड़ती हैं. ജാതിയുടെ പേരിൽ താഴ്ന്ന ജാതിയിൽപ്പെട്ട ആളുകൾക്ക് അനേകം തരത്തിലുള്ള യാതനകൾ, ബുദ്ധിമുട്ടുകൾ അനുഭവിക്കേണ്ടതായി വരും. उनसे छुआ पानी पीना, उनका बिना भोजन खाना, रास्ते में दूसरों को सामने पड़ना आदि बातों को बुरा समझा जाता है. ഏത് താഴ്ന്ന ജാതിയിൽപ്പെട്ടതായ ആളുകൾ തൊടുന്നതായ വെള്ളം കുടിക്കുക, അവരുണ്ടാക്കുന്നതായ ഭക്ഷണം കഴിക്കുക, വഴിയിൽ മറ്റുള്ളവരുടെ മുൻപിൽ പെടുക, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം മോശമായി കരുതിയിരുന്നു. നിയമപരമായ എതിർപ്പ്, शिक्षा में हुई उन्नति आदि के कारण जाति प्रथा में थोड़ी सी कमी जरूर है. ഏത് നിയമപരമായ എതിർപ്പ്, വിദ്യാഭ്യാസത്തിൽ ഉണ്ടായതായ പുരോഗതി, ഈ കാരണങ്ങൾ കൊണ്ട് തന്നെ ജാതി സമ്പ്രദായത്തിന് ചില മാറ്റങ്ങളൊക്കെ തീർച്ചയായും വന്നിട്ടുണ്ട്. अगर हम इसे सफल रूप से रोक ना पाए तो हमारी सामाजिक उन्नति संभव नहीं होगी. നമ്മൾ ഇതിനെ പൂർണ്ണമായ രൂപത്തിൽ തടഞ്ഞില്ല എങ്കിൽ നമുക്ക് നമ്മുടെ സാമൂഹ്യമായ ഉന്നതി അസാധ്യമായി തീരും. ഇതാണ് ജാതി പ്രഥ ഏക് അഭിശാപ് ഹേ എന്ന ലേഖ്. അടുത്ത ചോദ്യം ഇതാണ്, സമാചാർ യാ റിപ്പോർട്ട്, ന്യൂസ് തയ്യാറാക്കുന്നതിനുള്ള ചോദ്യം. कोई जानवर गांव के कुएं में गिरकर मर गया है. ഏതോ മൃഗം ഗ്രാമത്തിലെ കിണറ്റിൽ വീണ് ചത്തിട്ടുണ്ട്. गांव वालों के लिए यह बड़ी मुसीबत की बात है. ഗ്രാമീണരെ സംബന്ധിച്ച് ഇത് വലിയ ബുദ്ധിമുട്ടിൻ്റെ കാര്യമാണ്. ठाकुर के कुएं कहानी के आधार पर एक समाचार तैयार करें. നാടുവാഴിയുടെ കിണർ എന്ന കഥയെ അടിസ്ഥാനമാക്കി ന്യൂസ് തയ്യാറാക്കുക. നമുക്ക് ന്യൂസ് ഇങ്ങനെ തയ്യാറാക്കാം. गांव के कुएं में कोई जानवर गिरकर मर गया है, गांव वाले मुसीबत में. ഹെഡിങ് നമുക്ക് ഇങ്ങനെ കൊടുക്കാം. ഗ്രാമത്തിലെ കിണറ്റിൽ ഏതോ മൃഗം വീണ് ചത്തിട്ടുണ്ട്, ഗ്രാമീണർ ബുദ്ധിമുട്ടിൽ. സ്ഥാൻ, യഹാ കെ കുയേ മേ കോയി ജാൻവർ ഗിർക്കർ മർ ഗയാ ഹൈ. ഇവിടുത്തെ കിണറ്റിൽ ഏതോ മൃഗം വീണ് ചത്തിട്ടുണ്ട്. ഗാവ് കെ നിമ്ന വർഗ കെ ലോഗോं के लिए एकमात्र कुआं है. ഗ്രാമത്തിലെ താഴ്ന്ന വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്ക് ഏക ആശ്രയമായിരുന്നു ഈ കിണർ. ഇസ് ഗാവ് മേ അന്യ ദോ കുയേ ഹെ. ഈ ഗ്രാമത്തിൽ മറ്റ് 2 കിണറുകൾ കൂടി ഉണ്ട്. യേ കുയേ ഠാക്കൂർ ഓർ സാഹു കെ ഹെ. ഈ കിണറുകൾ നാടുവാഴിയുടെയും വ്യാപാരിയുടെയുമാണ്. പണം പലിശയ്ക്ക് കൊടുക്കുന്ന ആൾ, അതുപോലെ ഉയർന്ന വ്യാപാരി എന്നൊക്കെ സാഹുവിന് അർത്ഥമുണ്ട്. ഠാക്കൂർ और സാഹു ഉച്ചവർഗ കെ ഹെ. ഈ നാടുവാഴിയും വ്യാപാരിയും ഉയർന്ന ജാതിയിൽപ്പെട്ടവരാണ്. इसलिए उनके कुएं से पानी लेने की अनुमति निम्न वर्ग के लोगों को नहीं है. അതുകൊണ്ട് ഇവരുടെ കിണറ്റിൽ നിന്ന് വെള്ളമെടുക്കാനുള്ള അനുവാദം താഴ്ന്ന ജാതിയിൽപ്പെട്ട ആളുകൾക്ക് ഇല്ല. निम्न वर्ग के लोग उच्च अधिकारियों को शिकायती पत्र देने की तैयारी में है. താഴ്ന്ന ജാതിയിൽപ്പെട്ട ആളുകൾ ഉയർന്ന ഉന്നത അധികാരികളുടെ പേരിൽ കംപ്ലൈൻറ്റ് കൊടുക്കാൻ തയ്യാറായിരിക്കുകയാണ്. शासन करने वाले लोग भी उच्च वर्ग के लोगों के हाथों के पुतले. ഭരണകർത്താക്കളും ഉയർന്ന ജാതിയിൽപ്പെട്ട ആളുകളുടെ കയ്യിലെ കളിപ്പാട്ടങ്ങളാണ്. इसलिए निम्न वर्ग के लोगों को न्याय मिलेगा या नहीं इस कार्य पर आशंका में. അതുകൊണ്ട് താഴ്ന്ന ജാതിയിൽപ്പെട്ട ആളുകൾക്ക് നീതി കിട്ടുമോ എന്നുള്ള കാര്യത്തിൽ ആശങ്ക ഉണ്ട്. ഇതാണ് ന്യൂസ്. ഇനി നമുക്ക് ഈ പാഠത്തിൽ നിന്ന് വരാനുള്ളതായ ചോദ്യം ഇതാണ്, വാക്യ പിരമിഡ്. कोष्टक से उचित शब्द सही स्थान पर रखकर पिरामिड की पूर्ति करें. ബ്രാക്കറ്റിൽ കൊടുത്തിരിക്കുന്ന വാക്കുകൾ ഇതാണ്. പ്രതിദിൻ ഗംഗി, പാനി ഭർ ലിയാ കർത്തി थी, शाम को पानी भर लिया करती थी. ഇനി ബ്രാക്കറ്റിൽ കൊടുത്തിരിക്കുന്നതായ വാക്കുകൾ ഉൾപ്പെടുത്തി നമ്മൾക്ക് വാക്യ പിരമിഡിനെ പൂർത്തീകരിക്കാം. താഴെ കൊടുത്തിരിക്കുന്നത് ശ്രദ്ധിക്കുക. മൂന്നാമതായി കൊടുത്തിരിക്കുന്ന സെൻറ്റൻസ്, ഗംഗി शाम को पानी भर लिया करती थी. നാലാമത്തെ സെൻറ്റൻസ്, ഗംഗി പ്രതിദിൻ शाम को पानी भर लिया करती थी. രണ്ടാമത്തെ വാക്യ പിരമിഡ് ബ്രാക്കറ്റിൽ കൊടുത്തിരിക്കുന്ന വാക്കുകൾ ഖരാബ്, പീനെ. ഇവിടെ വാക്യ പിരമിഡ് ബീമാരി ബഡ് ജായേഗി, പാനി സെ ബീമാരി ബഡ് ജായേഗി.
ഇനി അടുത്ത മൂന്നാമതായി ബ്രാക്കറ്റിൽ കൊടുത്തിരിക്കുന്ന വാക്കുകൾ ഉൾപ്പെടുത്തിക്കൊണ്ട് മൂന്നാമതായി കൊടുത്തിരിക്കുന്ന സെന്റൻസ് പാനി പീനെ സെ ബീമാരി ബഡ് ജായേഗി. അടുത്ത നാലാമതായി കൊടുത്തിരിക്കുന്ന സെന്റൻസ് ഖരാബ് പാനി പീനെ സെ ബീമാരി ബഡ് ജായേഗി. അടുത്ത മൂന്നാമത്തെ വാക്യ പിരമിഡ് ബ്രാക്കറ്റിൽ ധുന്ധലി കുപ്പിക്ക്. കുപ്പി ചെറിയ വിളക്കിനെ ഉദ്ദേശിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അവിടെ ധുന്ധലി എന്ന് വെച്ചാൽ മങ്ങിയ എന്നർത്ഥം. അപ്പോൾ വാക്യ പിരമിഡ് ഇങ്ങനെയാണ്. ചോദ്യം കുയേംബർ ആ രഹി थी റോഷ്നി കുയേംബർ ആ രഹി थी. ഇനി ഈ രണ്ട് കാര്യങ്ങൾ നമ്മൾ വാക്യ പിരമിഡിൽ ഉൾപ്പെടുത്തിയിട്ട് മൂന്നാമതായി കൊടുത്തിരിക്കേണ്ടത് ബ്രാക്കറ്റിൽ നിന്ന് ഉള്ളതായ വാക്കുകളിൽ നിന്ന് ആവശ്യമായത് യോജിക്കുന്നത് ആദ്യം എടുക്കുക. അപ്പോൾ ആദ്യത്തേത് കുപ്പിക്ക് റോഷ്നി കുയേംബർ ആ രഹി थी. രണ്ടാമത്തെ അടുത്ത നാലാമതായി നമ്മൾ എഴുതേണ്ടത് കുപ്പിക്ക് ധുന്ധലി റോഷ്നി കുയേംബർ ആ രഹി थी. നമ്മൾ പുതിയതായി ചേർക്കുന്ന കാര്യങ്ങൾ ഇവിടെ നിങ്ങൾക്ക് മനസ്സിലാകുന്നതിന് വേണ്ടി നിറം മാറ്റി കൊടുത്തിരിക്കുന്നത് ശ്രദ്ധിക്കുക. ഇനി അടുത്തത് നാലാമതായി കൊടുത്തിരിക്കുന്ന വാക്യ പിരമിഡ് ബ്രാക്കറ്റിൽ വൃക്ഷി ധീരെ ധീരെ. ചോദ്യം ഗംഗി നിക്കലി ഗംഗി ഛായാസേ നിക്കലി. ഇവിടെ അവിടെ മൂന്നാമതായി കൊടുത്തിരിക്കുന്ന സെന്റൻസ് ഗംഗി വൃക്ഷി ഛായാസേ നിക്കലി. അടുത്തത് ഗംഗി വൃക്ഷി ഛായാസേ ധീരെ ധീരെ നിക്കലി. ധീരെ ധീരെ എന്നുള്ളത് ക്രിയാവിശേഷണമാണ്. അതുകൊണ്ട് നിക്കൽന എന്നുള്ള ക്രിയയോട് ചേർത്ത് എഴുതുക. അടുത്തത് അഞ്ചാമത്തെ വാക്യ പിരമിഡ് ബ്രാക്കറ്റിൽ എക്കായക് ജോർ സെ. ചോദ്യം ദർവാസ ഖുൽ ഗയാ ഠാക്കൂർ സാബ് കാ ദർവാസ ഖുൽ ഗയാ. ഇവിടെ ബ്രാക്കറ്റിൽ കൊടുത്തിരിക്കുന്ന കാര്യത്തെ ഉൾപ്പെടുത്തിക്കൊണ്ട് നമ്മൾ എഴുതുന്നു മൂന്നാമത്തെ സെന്റൻസ് എക്കായക് ഠാക്കൂർ സാബ് കാ ദർവാസ ഖുൽ ഗയാ. അടുത്ത നാലാമതായി കൊടുത്തിരിക്കുന്നത് എക്കായക് ഠാക്കൂർ സാബ് കാ ദർവാസ ജോർ സെ ഖുൽ ഗയാ. അപ്പോൾ ഖുൽ ജാന എന്നുള്ളത് ക്രിയാവിശേഷണം, അതിനോട് ക്രിയ, അതിനോട് ചേർന്ന് എഴുതേണ്ടത് ക്രിയാവിശേഷണമായ ജോർസെ എന്നായതുകൊണ്ട് ക്രിയയോട് ചേർത്ത് എഴുതുക. ഇവിടെ നമ്മൾ വാക്യ പിരമിഡ് തയ്യാറാക്കുമ്പോൾ കൃത്യമായും 4 സെൻറ്റൻസും ചോദ്യത്തിൽ തന്നിരിക്കുന്നത് ഉൾപ്പെടെ 4 സെൻറ്റൻസും എഴുതാൻ ശ്രദ്ധിക്കണം. അടുത്തത് സഹി മിലാൻ കരേം. സഹി മിലാൻ കരേം എന്ന് ചോദിക്കാനിടയുള്ള ചോദ്യം ഇതാണ്. ജോഖുനെ ലോട്ട മൂസെ ലഗായ തോ ഠാക്കൂർ കെ കുയേംബർ കുയേം ദൂർ ധ ലാ തോടാ പാനി. ഇവയാണ് ഇടതുവശത്ത് കൊടുത്തിരിക്കുന്ന കാര്യങ്ങൾ. ഇതിനാവശ്യമായ കാര്യങ്ങൾ വലത് സൈഡിൽ കൊടുത്തിരിക്കുന്നു. അതിലേതാണ് ചേരുന്നത് വെച്ചാൽ എഴുതുക. ബാർ ബാർ ജാന മുഷ്കിൽ ഥ നാക് ബന്ദ് കർക്കെ പീലു പാനി മേ സഖ്ത് ബദ്ബു ആയി കോൺ ചട്നെ ദേഗ. ഇവിടെ ഉത്തരമായിട്ട് കൊടുത്തിരിക്കുന്നത് ഓരോന്നിനും നേരെ കൃത്യമായും അതാതിന് നേരെ തന്നെ ആൻസർ എഴുതാൻ ശ്രദ്ധിക്കണം. ജോഖുനെ ലോട്ട മൂസെ ലഗായത്തോ അതിന് നേരെ വരേണ്ടത് പാനി മേ സഖ്ത് ബദ്ബു ആയി. അടുത്ത് ഠാക്കൂർ കെ കുയേംബർ കോൺ ചട്നെ ദേഗ. അതാണ് ഠാക്കൂർ കെ കുയേംബർ എന്നുള്ളതിന് നേരെ കോൺ ചട്നെ ദേഗ. അടുത്തത് കുയേം ദൂർ ധ അതിന് നേരെ വരേണ്ടത് ബാർ ബാർ ജാന മുഷ്കിൽ ഥ. അടുത്ത് ലാ തോടാ പാനി നാക് ബന്ദ് കർക്കെ പീലൂം അതാണ് നേരെ വരേണ്ടത്. അടുത്ത സഹി മിലാൻ കരേം ചോദ്യം ബ്രാഹ്മൺ ദേവത. ഇടത് സൈഡിൽ കൊടുത്തിരിക്കുന്ന കാര്യങ്ങൾ ബ്രാഹ്മൺ ദേവത, ഠാക്കൂർ, സാഹുജി, ഗരീബ് ലോഗ്. വലത് സൈഡിൽ കൊടുത്തിരിക്കുന്നത് ചോദ്യമായിട്ട് ലാഠി മാരേങ്കെ, പ്യാസെ മർ ജായെങ്കെ, ആശീർവാദ് ദേങ്കെ, ഏക് കെ 5 ലേങ്കെ. ഇവിടെ ചേരേണ്ടത് നോക്കുക. ഇടത് സൈഡിൽ കൊടുത്തിരിക്കുന്നത് ബ്രാഹ്മൺ ദേവത, അതിന് നേരെ വരേണ്ടത് കൃത്യമായും വരേണ്ട ആൻസർ ആശീർവാദ് ദേങ്കെ. അടുത്തത് ഠാക്കൂർ ലാഠി മാരേങ്കെ. അടുത്തത് സാഹുജി ഏക് കെ 5 ലേങ്കെ. അടുത്ത ഗരീബ് ലോഗ് പ്യാസെ മർ ജായെങ്കെ. ഇതാണ് ഇതിൻ്റെ ഉത്തരം. അടുത്തത് മറ്റൊരു സഹി മിലാൻ കരേം വരെ ചോദ്യം ഇതാണ്. ഖരാബ് പാനി സെ ജോഖു കുച്ച് ദേർ തക് പാനി കോ ഉബാൽ ദേനെ സെ ഗംഗീനെ ജോഖു കോ. ഇനി വലത് സൈഡിൽ കൊടുത്തിരിക്കുന്ന കാര്യങ്ങൾ ഇതിന് ആവശ്യമായിട്ടുള്ളത് എടുക്കുന്നതിന് വേണ്ടി കൊടുത്തിരിക്കുന്നത് ഖരാബി ജാതി രേത്തി ഹെ ഗന്ദാ പാനി പീനെ നാ ദിയ പ്യാസ് റോക്കെ ചുപ് പടാ രഹ ബീമാരി ബഡ് ജായേഗി. ഇനി ഇവയെ ചേർത്ത് എഴുതുമ്പോൾ ഖരാബ് പാനി സേ അതിന് നേരെ വരേണ്ടത് ബീമാരി ബഡ് ജായേഗി. അടുത്തത് ജോഖു കുച്ച് ദേർ തക് അതിന് നേരെ വരേണ്ടത് പ്യാസ് റോക്കെ ചുപ് പടാ രഹ. അടുത്ത പാനി കോ ഉബാൽ ദേനെ സേ അതിന് നേരെ വരേണ്ടത് ഖരാബി ജാതി റഹതി ഹെ. അടുത്ത ഗംഗീനെ ജോഖു കോ അതിന് നേരെ വരേണ്ടത് ഗന്ദ പാനി പീനെ നദിയ.
അപ്പോൾ ഓരോ ചോദ്യത്തിൻ്റെയും ഉത്തരങ്ങൾ അതാതിൻ്റെ നേരെ ഇടത് വശത്ത് കൊടുത്തിരിക്കുന്നതിൻ്റെ നേരെ വരേണ്ടത് തന്നെ കൃത്യമായി എഴുതണം. നമ്പർ ഇട്ട് വെക്കുകയോ മറ്റേതെങ്കിലും തരത്തിൽ എഴുതുകയോ ചെയ്യാൻ പാടുള്ളതല്ല. അടുത്ത മറ്റൊരു സഹി മിലാൻ കരേ. കുയേംബർ ഗംഗി ഝുക്കർ ഗംഗി കി ഛാത്തി കുയേംബർ സ്ത്രീയാം. വലതുവശത്ത് കൊടുത്തിരിക്കുന്ന ചോദ്യങ്ങളുടെ ഇതിനാവശ്യമായ കാര്യങ്ങൾ. थक थक करने लगी, पानी भरने आई थी, एक वृक्ष के अंधेरे साये में खड़ी, किसी के आने की आहट हुई. അതിൻ്റെ ഉത്തരം ഇങ്ങനെയാണ്. കുയേംബർ എന്നുള്ളതിന് നേരെ വരേണ്ടത് പാനി ഭർനെ ആയി ഥി. അടുത്തത് ഗംഗി ഝുക്കർ, അതിന് നേരെ വരേണ്ടത് ഏക് വൃക്ഷക്കെ അന്ധേരെ സായമേ ഘടി. അടുത്ത ഗംഗി കി ഛാത്തി എന്നുള്ളതിന് നേരെ ഥക് ഥക് കർനെ ലഗി. അടുത്ത കുയേംബർ സ്ത്രീയാം എന്നുള്ളതിന് നേരെ വരേണ്ടത് പാനി ഭർനെ ആയി ഥി. ഇത്രയുമാണ് നമ്മൾ ഈ പാഠഭാഗവുമായി ബന്ധപ്പെട്ട് നമുക്ക് പഠിക്കാൻ അല്ലെങ്കിൽ പരീക്ഷയ്ക്ക് വരാൻ ഇടയുള്ളതായ ചോദ്യങ്ങൾ. ഇത് വളരെ നന്നായി പഠിക്കുക, പാഠഭാഗങ്ങൾ നന്നായി വായിക്കുക. നിങ്ങൾക്ക് നന്നായി പരീക്ഷ എഴുതാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. നമസ്കാരം.